കഴിച്ചും സുഹൃതങ്ങൾ ചെയ്തുമൊക്കെ നമ്മൾ ക്രിസ്തുമസിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. ബെത്ലഹേമിലേക്കുള്ള യാത്രയുടെ പകുതി വഴിയിലെത്തി നിൽക്കുമ്പോൾ കൂടുതൽ തീക്ഷ്ണതയോടെ സ്നേഹത്തോടെ ഉണ്ണീശോയ്ക്കായി നമ്മുടെ ഹൃദയത്തെ നമുക്ക് സജ്ജമാക്കാം. പുൽക്കൂട്ടിൽ പിറന്നു വീണ ഉണ്ണീശോ നമ്മെ അനുസ്മരിപ്പിക്കുന്ന ഒരു പുണ്യമുണ്ട്, ദാരിദ്ര്യം. പുൽക്കൂട് തൊട്ട് കല്ലറ വരെ യേശുവിൻ്റെ ജീവിതത്തെ പുലുകി നിന്നിരുന്ന ദാരിദ്ര്യം. പ്രഭാഷകൻ 21-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദരിദ്രൻ്റെ നിലവിളി ദൈവം കേൾക്കുന്നു, അവന് നീതി ലഭിക്കുവാൻ വൈകുകയില്ല. ഇവിടെ ദരിദ്രൻ നീതി ലഭിക്കാത്തവനാണ്, അർഹിക്കുന്നത് ലഭിക്കാത്തവൻ. അപ്പോൾ ദാരിദ്ര്യം വരുന്ന ഒരു വഴി നീതിയുടെ അഭാവമാണ്, നീതിയുടെ നിഷേധമാണ്. അർഹതപ്പെട്ടവർക്ക് വേണ്ടി നൽകാതെ കുറച്ച് പേർ സ്വത്ത് കൈവശപ്പെടുത്തി വയ്ക്കുമ്പോൾ മറ്റൊരു കൂട്ടർ ദാരിദ്ര്യം അനുഭവിക്കുന്നു. ഇവിടെ ദാരിദ്ര്യം ദുഃഖമാണ്, വേദനയാണ്, നിരാശയാണ്. ഭൗമിക സമ്പത്ത് മാത്രമല്ല, സ്നേഹം, കരുണ, ആർദ്രത, ക്ഷമ, ഇവയുടെ എല്ലാം ദാരിദ്ര്യം ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഇടങ്ങളിലൊക്കെ കുറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു ദാരിദ്ര്യം പങ്കുവയ്ക്കാൻ വേണ്ടി ഏറ്റെടുക്കുന്ന ദാരിദ്ര്യമാണ്. യേശു തന്നെയാണ് ഈ ദാരിദ്ര്യത്തിൻ്റെ ഉദാത്ത മാതൃക. സർവ്വസമ്പത്തിൻ്റെയും ഉടയവനായിരുന്നിട്ടും ഒരു രാജകൊട്ടാരത്തിൽ പിറന്ന് സർവ്വസുഖ സൗകര്യങ്ങളോടുകൂടി ജീവിക്കാമായിരുന്നിട്ടും അതെല്ലാം വേണ്ട എന്ന് വെച്ച് ദരിദ്രനിൽ ദരിദ്രനായി ജീവിച്ച് ദാരിദ്ര്യത്തെ പുൽകി ദരിദ്രരെ തൻ്റെ നെഞ്ചോട് ചേർത്തവൻ, അവരുടെ നൊമ്പരങ്ങൾ ഏറ്റെടുത്തവൻ. ഈ ദാരിദ്ര്യം എന്ന് പറയുന്നത് നിരാശയോ വേദനയോ അല്ല നൽകുന്നത്. ഈശോ പറയുന്നുണ്ട്, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാരെന്ന്. ദരിദ്രൻ്റെ നിലവിളിക്ക് ചെവി കൊടുക്കാത്തവന് വിലപിക്കേണ്ടി വരുമെന്ന സുഭാഷിത വചനം നമുക്ക് ഈ സമയം അനുസ്മരിക്കാം. ക്രിസ്തുമസ് വെറും ആഘോഷങ്ങളും ആർഭാടങ്ങളും അലങ്കാരങ്ങളുമായി മാറുമ്പോൾ ഈശോ നമ്മെ ക്ഷണിക്കുകയാണ് ദരിദ്രരോടൊപ്പമാവാൻ, ദരിദ്രരുമായി നമ്മുടെ ജീവിതം പങ്കുവയ്ക്കാൻ, അവിടുത്തെ പോലെ ദരിദ്രരായി മാറാൻ, ദരിദ്രരെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ. നമ്മുടെ സമയവും കഴിവും ആരോഗ്യവും സമ്പത്തുമെല്ലാം മറ്റുള്ളവർക്കായി പങ്കുവെച്ചുകൊണ്ട് നമുക്ക് സമ്പന്നരാകാം. ഇതായിരിക്കട്ടെ ഈ വർഷത്തെ നമ്മുടെ ക്രിസ്തുമസ്. നമുക്ക് ബെത്ലഹേമിലേക്കുള്ള യാത്ര തുടരാം. എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ നന്മകളും സമാധാനവും പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു.